പശ്ചാത്താപം മാത്രം പോരാ. 51 സങ്കീർത്തനം 1 മുതൽ 19 വരെ. ധ്യാനത്തിനായിട്ട് 11 വാക്യം. നിൻ്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുതേ. ഇംഗ്ലണ്ടിലെ മനോരോഗ ചികിത്സാ കേന്ദ്രങ്ങളിൽ ചികിത്സയ്ക്ക് വിധേയരായി കഴിയുന്നവരിൽ 70% തങ്ങളുടെ അപരാധങ്ങൾ ദൈവം ക്ഷമിച്ചിരിക്കുന്നു എന്ന് ഉറപ്പ് കിട്ടിയാൽ പ്രസ്തുത ചികിത്സാ കേന്ദ്രത്തിൽ നിന്ന് സുഖം പ്രാപിച്ച് മടങ്ങിപ്പോകുമെന്ന് ഒരിക്കൽ സുപ്രസിദ്ധ സുവിശേഷ പ്രസംഗകനായ ബില്ലി ഗ്രഹാമിനോട് ഒരു മനഃശാസ്ത്രജ്ഞൻ പറയുകയുണ്ടായി. പാപം മനോരോഗികളെ സൃഷ്ടിക്കുന്നു എന്ന യാഥാർത്ഥ്യം മനഃശാസ്ത്രജ്ഞർ തള്ളിക്കളയുന്നില്ല. ഗുരുതരമായ പാപങ്ങൾ മാത്രമല്ല, കേവലം നിസ്സാരമായ അകൃത്യങ്ങൾ പോലും മനസ്സാക്ഷിക്ക് മുറിവുകളും പോറലുകളും ഏൽപ്പിക്കുന്നു. തന്മൂലം മനുഷ്യർ മനോരോഗികളായി തീരുന്നു. ഉറക്കമില്ലായ്മ ഒരുതരം മനോരോഗമാണ്. ഒരിക്കൽ ഒരു ബിസിനസ്സുകാരൻ ഉറക്കമില്ലായ്മ മൂലം പൊറുതിമുട്ടി. ശരിയായ കണക്ക് കാണിക്കാതെ നികുതി വെട്ടിപ്പ് നടത്തി എന്ന കുറ്റബോധമാണ് അയാളെ അലട്ടിയ പ്രശ്നം. ഒടുവിൽ അയാൾ ആദായ നികുതി ഉദ്യോഗസ്ഥനെ താഴെ പറയും വിധം ഒരു കത്തെഴുതി. ഈ കത്തോടുകൂടി ഒരു ചെക്ക് അയക്കുന്നു. ഞാൻ അടയ്ക്കേണ്ടിയിരുന്ന ആദായ നികുതിയുടെ ഒരു അംശമാണിതിൽ എഴുതിയിരിക്കുന്ന സംഖ്യ. ഇതുകൊണ്ടും എൻ്റെ ഉറക്കമില്ലായ്മയ്ക്ക് ശമനം ഉണ്ടാകുന്നില്ലെങ്കിൽ ബാക്കി തുകയും ഞാൻ അയച്ചുകൊള്ളാം. ബിസിനസ്സിലും വ്യവസായങ്ങളിലും തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നവർ മനസ്സാക്ഷിക്ക് ഏൽപ്പിക്കുന്ന പോറലുകൾ ഇതുപോലെയുള്ള മനോരോഗങ്ങളിലേക്ക് നയിക്കുന്നു. കലവറ കൂടാതെയുള്ള പശ്ചാത്താപം കൊണ്ടുമല്ലാതെ ഇത്തരം മനോരോഗങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാവുകയില്ല. ദൈവത്തിന് ഏറ്റവും പ്രിയങ്കരനായിരുന്ന ദാവീദ് രാജാവ് ഒരിക്കൽ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ വിലാത്തിക്കൊണ്ടിരിക്കുമ്പോൾ കോമളാംഗിയായ ഒരു യുവതിയെ കുളത്തിലിറങ്ങി കുളിക്കുന്നത് കാണുവാനിടയായി. അവളുടെ അംഗലാവണ്യത്തിൽ രാജാവ് ഭ്രമിച്ചു. ഭോഗാസക്തി മുഴുത്തു. അവളെ സ്വന്തമാക്കണമെന്നുള്ള മോഹം ഉള്ളിൽ അങ്കുരിച്ചു. ദാവീദിൻ്റെ വിശ്വസ്തനായ ഒരു പടയാളിയുടെ ഭാര്യയായിരുന്നു ആ തരുണി. അവളെ ആളയച്ച് കൊട്ടാരത്തിൽ വരുത്തി അവളുമായി അവിഹിത വേഴ്ചയിലേർപ്പെട്ടു. മാത്രമല്ല, അവളുടെ ഭർത്താവ് വധിക്കപ്പെടുന്നതിനുള്ള കളം ഒരുക്കുകയും ചെയ്തു. ദൈവഭൃത്യനെന്ന് പേർ കൊണ്ട ദാവീദ് രാജാവ് പരസംഗവും കൊലപാതകവും നടത്തി ദൈവത്തിനു മുമ്പിൽ അപരാധിയായി തീർന്നു. ചെയ്യരുതാത്തത് ചെയ്തു എന്ന കുറ്റബോധം അദ്ദേഹത്തെ തീവ്ര ദുഃഖത്തിലാഴ്ത്തി. അദ്ദേഹം നിലത്ത് കിടന്ന് ഉരുണ്ട് കരഞ്ഞു, ദൈവത്തോട് മാപ്പിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉള്ളൊരുക്കിയുള്ള പ്രാർത്ഥനയാണ് 51 സങ്കീർത്തനം. ഇങ്ങനെയുള്ള പശ്ചാത്താപം കൂടാതെ ഒരുവൻ്റെ പാപവും അതിക്രമങ്ങളും ക്ഷമിച്ചു കിട്ടുകയില്ല. എന്നാൽ പശ്ചാത്താപം മാത്രം പോരാ. മഹാകവി വള്ളത്തോൾ പാടിയതുപോലെ, അപ്പപ്പോൾ ചെയ്ത പാപത്തിനൊക്കെയും ഇപ്പശ്ചാത്താപമേ പ്രായശ്ചിത്തം എന്ന് പറഞ്ഞ ശേഷം ക്രിസ്തുനാഥൻ ആ പാപിനിയായ സ്ത്രീയോട്, മകളെ പോകൂ, ഇനിമേൽ പാപം ചെയ്യരുത് എന്നുകൂടി പറഞ്ഞു. ഇനിമേൽ പാപം ചെയ്യാതിരിക്കുവാനുള്ള ശക്തി ദൈവത്തിൽ നിന്ന് മാത്രമേ പ്രാപിക്കുവാൻ നമുക്ക് കഴിയൂ. ഓർക്കണമേ, എൻ്റെ മനസ്സാക്ഷിയുടെ സൂക്ഷിപ്പുകാരൻ ഞാൻ തന്നെയോ അതോ അതിൻ്റെ സംരക്ഷണം മറ്റൊരുത്തനെ ഏൽപ്പിക്കണമോ? ഈ ആശയക്കുഴപ്പമാണ് ഈ നൂറ്റാണ്ടിലെ വലിയ പ്രശ്നം. 91 സങ്കീർത്തനം 12 വാക്യം. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കുകയാണവേ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.